السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يعض الظالم على يديه ويقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا صدق الله العظيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടുകാരെ, ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയമാണ് ഇന്നും നമ്മൾ കാഫിലയുടെ ഈ മജ്‌ലിസിൽ ചർച്ച ചെയ്യുന്നത്. വളരെ സവിസ്തരം ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരമുള്ള സ്നേഹബന്ധത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഇസ്ലാമിക വീക്ഷണം പല മേഖലയിലായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു, പഠിച്ചിരുന്നു. എന്നാൽ ആ വിഷയം വളരെ ആഴത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ടും യുവാക്കളായ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ് കാഫില എന്നതുകൊണ്ടും ആ വിഷയത്തിൻ്റെ അല്പം കൂടി ആഴത്തിലുള്ള തലത്തിലേക്ക്, ഖുർആനിക വായനയിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായിട്ടാണ് ഇന്ന് വീണ്ടും നമ്മൾ ആ വിഷയം, അതിൻ്റെ ബാക്കി ഭാഗം ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയിലേക്ക് നാം എത്തുന്ന അതിൻ്റെ സാഹചര്യം പരിശുദ്ധ ഖുർആനിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫുർഖാനിൻ്റെ വരികളാണ്. ഖിയാമത്ത് നാളിൽ ആ അക്രമിയായ മനുഷ്യൻ പറയും, എനിക്ക് നബിതങ്ങളുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ഈ വഴികേടിലേക്ക്, ഈ വഞ്ചനയിലേക്ക് എത്തിച്ച എൻ്റെ കൂടെയുണ്ടായിരുന്നവരിൽ നിന്ന് അവരെ ഒഴിവാക്കി എൻ്റെ സുഹൃത്തായി, എൻ്റെ കൂട്ടുകാരനായി എനിക്ക് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മതിയായിരുന്നല്ലോ എന്ന് വിലപിക്കുന്ന ഒരു വ്യക്തിയുടെ വിലാപത്തിൻ്റെ സൂറത്തുൽ ഫുർഖാൻ വളരെ ഹൃദയസ്പൃക്കായ നിലയിൽ വിശദീകരിക്കുന്ന ആ ഭാഗത്തിൻ്റെ വിശദീകരണത്തിലാണ് ഖുർആനിലെ കൂട്ടുകാർ എന്ന് പറയുന്ന വിഷയം പ്രസക്തമാകുന്നത്. സൗഹൃദം എന്താണ് എന്നും അതിൻ്റെ ആഴം എത്രത്തോളമാണ് എന്നും, കൂട്ടുകാർ എന്ന ആശയം നമ്മുടെ ഹൃദയങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നും പുതിയ ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒന്നാണ്. ചില ഘട്ടങ്ങളിൽ നമ്മളുടെ കൂടപ്പിറപ്പുകളെക്കാൾ സ്ഥാനം നമ്മളുടെ സുഹൃത്തുക്കൾ നേടിയെടുക്കാറുണ്ട്. കൂട്ടുകാർ എന്ന് പറയുന്ന വാക്കിന്റെ മലയാള അർത്ഥം തന്നെ അങ്ങനെയാണ്. കൂടുതൽ സമയം കൂടെയുള്ളവൻ എന്നാണ്. അതിന്റെ പര്യായ പദങ്ങൾ മിത്രം, സുഹൃത്ത്, സഹചാരി. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് കമ്പാനിയൻ, സതീർത്ഥ്യൻ, കൂടെയുള്ളയാൾ. പലപ്പോഴും സ്വന്തം ബന്ധുക്കളെക്കാൾ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ സുഹൃത്തുക്കൾ സ്ഥാനം പിടിക്കാറുണ്ട്. നമ്മളുടെ കൂട്ടുകാരേക്കാൾ നമ്മൾ സമയം ചെലവഴിക്കുന്ന മേഖലകൾ വളരെ കുറവാണ്. നമ്മൾ വിവാഹം കഴിക്കുന്നത് വരെ നമ്മളുടെ കൂടെ കൂടുതൽ സമയം ഉണ്ടാകേണ്ടത് നമ്മളുടെ കൂടപ്പിറപ്പുകളാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയം
കവർന്നെടുക്കുന്നത് നമ്മളുടെ സുഹൃത്തുക്കളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളുടെ കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഇനി അഥവാ നമ്മളുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ പലപ്പോഴും സമയം പങ്കിടുന്നത് നമ്മളുടെ സുഹൃത്തുക്കൾക്കൊപ്പമാണ്. വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കമ്പനി കൂടുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്, അതും സുഹൃത്തുക്കൾക്കൊപ്പമാണ്. ചില സമയത്ത് സുഹൃത്ത് ബന്ധം വല്ലാതെ ആഴത്തിലാകും, പിരിയാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകും. ചില ദിവസങ്ങൾ ചില സുഹൃത്തുക്കളെ നമുക്ക് കാണാതെ ഇരിക്കൽ വലിയ പ്രയാസമാണ്. എന്തെങ്കിലും ജോലി ആവശ്യത്തിന് ബന്ധങ്ങൾ അകന്നു കഴിയുന്ന ആദ്യത്തെ ആ ദിവസങ്ങൾ പലപ്പോഴും നമുക്ക് അസഹനീയമായ നിമിഷങ്ങളായിരിക്കും സമ്മാനിക്കുക. അത്രമേൽ നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒന്നാണ് സുഹൃത്ത് ബന്ധങ്ങൾ എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും ദീനിയായ കാഴ്ചപ്പാടുണ്ടല്ലോ. വിശുദ്ധ ഇസ്ലാം ഒരു ജീവിതഗന്ധിയായ സംസ്കൃതിയാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ജീവിത പദ്ധതിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. സാധാരണ നിലയിൽ മലയാളത്തിലെ മതകീയമായ ആചാരങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവിതഗന്ധിയായ മുഴുവൻ വിഷയങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകുന്ന, നമ്മളുടെ അവയവങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് പോലും നമ്മളോട് കൃത്യമായ നിലയിൽ വരച്ചു കാണിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ദീനുൽ ഇസ്ലാം, അല്ലെ? അത്തരം ഒരു ആഴത്തിൽ മറ്റു മതങ്ങളിൽ ഒന്നും എത്തുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ദീൻ എത്തുന്നത് പോലെ, പരിശുദ്ധ ഇസ്ലാം എത്തുന്നത് പോലെ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനസ്സിനെ ഇത്ര സ്വാധീനിക്കുന്ന ഈ ബന്ധത്തെയും വിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായ നിലയിൽ വിവക്ഷിക്കുന്നുണ്ട്. ആരായിരിക്കണം സുഹൃത്തുക്കൾ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ആരാകരുത് എന്ന് കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും എല്ലാ വിഷയത്തിലും അതിർവരമ്പുകൾ ഉള്ളതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലും അതിർവരമ്പുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുമുണ്ട്. ബന്ധം എങ്ങനെയാവണം എന്ന് പഠിപ്പിക്കുന്നു. ബന്ധം എവിടെ വരെയാകണം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ദീൻ ഒരു സമ്പൂർണമായ ദീനായി മാറുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, സുഹൃത്ത് ബന്ധങ്ങൾ വളരെ വിശാലമാണ്. പല തരത്തിലുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ഈ വലയത്തിൽ ഉണ്ടാകും. അതിൽ നമ്മളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകും, തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകും. നാം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണം മറ്റുള്ളവന്റെ സ്വഭാവം എന്നൊരിക്കലും നമുക്ക് വാശി പിടിക്കുവാനോ അങ്ങനെ നിർബന്ധം പിടിക്കുവാനോ കഴിയില്ല. ഓരോരുത്തർ ഓരോ മൂശയിൽ വാർക്കപ്പെട്ടവരാണ്, ഓരോരോ രീതിയിൽ വളർന്നു വരുന്നവരാണ്. വ്യത്യസ്ത കുടുംബ സാഹചര്യങ്ങളാണ്, വിവിധങ്ങളായ സംസ്കാരങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണം എല്ലാവരും എന്ന് ചിന്തിക്കുന്നത് നടക്കാത്തൊരു കാര്യമാണ്, മുഹാലാണ്, അസംഭവ്യമാണ്. പക്ഷേ എന്റെ കൂടെ ഉണ്ടായിരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആരെ കൂടെ കൂട്ടണം, അധിക സമയം ഞാൻ ചെലവഴിക്കേണ്ടത് എങ്ങനെയുള്ളവരോടൊപ്പമായിരിക്കണം, അതിലൂടെ എന്റെ മതം എന്നോട് പറയുന്നത് എന്താണ്, അതെവിടെ വരെയൊക്കെ ആവാം, അതിനെപ്പറ്റി ഒരു ബോധ്യം തീർച്ചയായും മുഅ്മിനീങ്ങളായ നമുക്ക് സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാവേണ്ടതുണ്ട്. നാം സമയം ചെലവഴിക്കുമ്പോൾ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം അവർ നമ്മളുടെ ജീവിതത്തിന്റെ ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നേ, അതാണ് അതിന്റെ വസ്തുത. അവനോടൊപ്പം കഴിയുമ്പോൾ അവന്റെ സംസ്കാരങ്ങളും സ്വഭാവങ്ങളും നമ്മിലേക്ക് പകരും എന്നതുകൊണ്ട് തന്നെ ദീൻ അവരെ വലിയ ഘടകമായി തന്നെ കാണുന്നുണ്ട്, വലിയ ഘടകമായി കാണുന്നുണ്ട്. ഈ സുഹൃത്തുക്കൾക്കിടയിൽ ഇണക്കമുണ്ടാകുന്നത്, പരസ്പരം സ്നേഹബന്ധം ആഴത്തിലാകുന്നത്, അതും അള്ളാഹുവിന്റെ ഇടപെടലാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് സ്വഹാബാക്കൾ. സ്വഹാബി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സഹചാരി എന്നാണ്. കൂടെ സഹവസിച്ചയാൾ, തങ്ങളോടൊപ്പം ഒരു നിമിഷം സഹവസിച്ചാൽ അദ്ദേഹം സഹവാസിയായി, ഔദ്യോഗികമായ നിലയിൽ ദീനിയായ നിലയിൽ സ്വഹാബിയായി. ഇതിനൊറ്റ കാര്യമേ ഉള്ളൂ, ഈ സഹവസിക്കുക എന്നുള്ളതാണ്.
ഒരു സെക്കൻഡ് ആണെങ്കിലും മതി, വലൗ സാഅത്തൻ എന്നാണ്, ഒരു അല്പ സെക്കൻഡ് ആണെങ്കിലും മതി. സഹവസിച്ചാൽ സഹവാസിയായി, സഹാബിയായി. പിന്നെ പദവി വേറെയാണ്. കാരണം അയാൾ കൂടെ ഇരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമാണ്. തങ്ങളോടൊപ്പം ഒരു നിമിഷം സഹവസിച്ചവൻ അതിലേക്ക് ഒരിക്കലും ഒരു വ്യക്തി എത്തുകയില്ല, പിന്നീട് വന്ന ഒരാൾ എത്തുകയില്ല. കാരണം അത്രമേൽ മികച്ച സഹവാസമാണ് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ നബിതങ്ങളും സ്വഹാബാക്കളും തമ്മിലുള്ള ഈ ബോണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നുണ്ട്. അത് ഉണ്ടാക്കിയവൻ അല്ലാഹു ആണ് എന്ന്. അതുണ്ടാക്കിയവൻ, നിർമ്മിച്ചവൻ അല്ലാഹു ആണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അവർ അങ്ങയെ എത്രമേൽ വഞ്ചിക്കാൻ ശ്രമിച്ചാലും അങ്ങയെ അല്ലാഹു സഹായിക്കും. അവന്റെ സഹായം കൊണ്ട് മുഅ്മിനീങ്ങളെ കൊണ്ടും അല്ലാഹു അങ്ങയെ സഹായിക്കും. മുഅ്മിനീങ്ങളെ കൊണ്ടും അല്ലാഹു അങ്ങയെ സഹായിക്കും. സൂറത്തു തൗബ, വഇൻ യുരീദു അൻ യഖ്ദഊക ഫഇന്ന ഹസ്ബകല്ലാഹ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ കൊണ്ട് അല്ലാഹു അങ്ങയെ സഹായിക്കും. സ്വഹാബാക്കളെ കൊണ്ട് അല്ലാഹു അങ്ങയെ സഹായിക്കും. അല്ലാഹു പറയുകയാണ് വാക്ക് ഫഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയവൻ അല്ലാഹുവാണ്. അവരെ ഒരേ ആശയത്തിൽ, ഒരേ പാശത്തിൽ ബന്ധിപ്പിച്ചവൻ അല്ലാഹുവാണ്. അങ്ങയുടെയും അവരുടെയും ഇടയിൽ ഹൃദയത്തിന് ഇണക്കമുണ്ടാക്കിയത് അല്ലാഹുവാണ്. അല്ലാഹു ഇണക്കമുണ്ടാക്കിയത് കൊണ്ടാണ് അവർ അങ്ങയുടെ ഏറ്റവും വലിയ സഹായികളായി മാറുന്നത്. ഈ ഇണക്കമുണ്ടാക്കുന്നവൻ, ഹൃദയങ്ങൾക്കുള്ളിൽ തഅലീഫ് ഉണ്ടാക്കുന്നവൻ അല്ലാഹുവാണ്. നബിതങ്ങളെ അല്ലാഹു പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആയത്തിന്റെ ബാക്കിയിൽ, അങ്ങൊരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ അവരങ്ങയുടെ കൂടെ ഇരിക്കുകയില്ലായിരുന്നു. അല്ലാഹുവാണ് അങ്ങയെ മയപ്പെടുത്തിയവൻ. അങ്ങ് മയമുള്ളയാളാണ്, അതുകൊണ്ടാണ് അവർ കൂടെ ഇരിക്കുന്നത്. ഈ സൗഹൃദം അല്ലാഹു രൂപപ്പെടുത്തുകയാണ്. സുഹബത്ത് അല്ലാഹു രൂപപ്പെടുത്തുകയാണ്. നബിതങ്ങൾക്ക് അല്ലാഹു തആല ഒരു ശിക്ഷണം നൽകുന്നുണ്ട്. കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരോട് ആലോചിച്ച് തീരുമാനിക്കണം. അവരെയും ഇതിന്റെ ഭാഗമാക്കി നിർത്തണം. ഇത് അല്ലാഹു നിർമ്മിക്കുകയാണ്. ഈ സ്നേഹബന്ധം നിർമ്മിക്കുന്നവൻ അല്ലാഹുവാണ്. അത് അന്ന് നബിതങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഇടയിൽ നിർമ്മിച്ചതുപോലെ തന്നെ ഇന്നും നമ്മളുടെയും നമ്മളുടെ സുഹൃത്തുക്കൾക്കിടയിലുമുള്ള ഈ ബോണ്ടിനെ നിർമ്മിക്കുന്നവൻ അത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്നവരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം. സമയം ചെലവഴിക്കുന്നവർ ആരാണ് എന്നും എന്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുവെന്നും നമ്മെ എന്തിലേക്ക് പ്രേരിപ്പിക്കുന്നുവെന്നും നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കളെ കുറിച്ച് മുൻധാരണ ഉണ്ടാവണം. അതല്ലെങ്കിൽ നാം ആ സംസ്കാരത്തിലേക്ക് മാറും. ഹൃദയം പതിയെ അതിലേക്ക് ലയിക്കും. ഏതിലാണോ നമ്മളുടെ സുഹൃത്തുള്ളത് അതിലേക്ക് നമ്മളുടെ ഹൃദയം പതിയെ താദാത്മ്യപ്പെടും. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത്, കരുതിയിരിക്കേണ്ടത് മുഅ്മിനീങ്ങളായ ഓരോരുത്തരുടെയും കടമയാണ്, പ്രത്യേകിച്ച് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ. പരിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകൾ ആ വിഷയത്തിൽ പറയുന്നുണ്ട്. നല്ല സഹവാസത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്ന വാക്കുകൾ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറയുന്നു. ഇത് ആ വാക്ക് ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഈ ഇത്തഖുല്ലാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് ഖുർആനിനൊരു മാസ്മരികമായ ശൈലിയുണ്ട്. അതിനുശേഷം വരുന്നത് ആ തഖ്വയുണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു വഴിയായിരിക്കും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നീട് വരുന്നത് ആ സൂക്ഷ്മതയിലേക്ക് നമ്മളെ എത്തിക്കുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നല്ല വർത്തമാനം പറയണം. അപ്പൊ നല്ല വർത്തമാനം പറയൽ എന്തിലേക്ക് നമ്മളെ എത്തിക്കും? പറയൂ, എന്തിലേക്ക് നമ്മളെ എത്തിക്കും? ഈ സൂക്ഷ്മതയിലേക്ക് എത്തിക്കും അല്ലെ? ഇത് ഒരിക്കലും ഞാൻ എപ്പോഴും ആവർത്തിക്കാറുണ്ട്. നമ്മളുടെ ഇതൊരു ക്ലാസ് പ്രസംഗം കേൾക്കലല്ല. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ ഹൃദയത്തിൽ വരണം ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് വിഷയാസ്പദം ആയി നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നല്ല വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം പറയൽ സൂക്ഷ്മതയുണ്ടാകാനുള്ള ഒരു വഴിയാണ്. അതേപോലത്തെ ഒരു ആയത്താണ് മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളായ ആളുകൾ, സത്യം
പറയുന്നവരോടൊപ്പം കഴിയണം. അല്ലാഹു പറയാം, സത്യം പറയുന്നവരോട് ഒപ്പം കഴിയണം. ഇവിടെ മുഫസ്സിരീങ്ങൾ വല്ലാതെ വിശദീകരിക്കുന്ന ഒരു ചെറിയ വാക്കാണ് ഈ മഅ എന്ന് പറയുന്ന വാക്ക്. വകൂനു മഅസ്സാദിഖീൻ. ഖുർആനിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, നിങ്ങൾ സത്യം പറയുന്നവരിൽ പെടണം എന്ന് പറയാമായിരുന്നു. വകൂനു മിനസ്സാദിഖീൻ പറയാവുന്നതാണ്. അതും വലിയ ആശയമാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സത്യം പറയുന്നവരിൽ നിങ്ങൾ പെടണം എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സത്യം പറയണം എന്നല്ല അർത്ഥം, നമ്മൾ സത്യം പറയുന്നവരാവണം. പക്ഷെ ഖുർആൻ പ്രയോഗിച്ചത് അങ്ങനെയല്ല. കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണം. ആ മഅ ഒരു വലിയ ആശയമാണ്. നിങ്ങൾ സഹവസിക്കുന്നവർ നല്ല ആളുകളായിരിക്കണം. അത് നിങ്ങളെ തഖ്വയിലേക്ക് എത്തിക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലേക്ക് നിങ്ങളെ എത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം കഴിയണം. അള്ളാഹു തആല പറയാണ്, സ്വദാഖത്ത് എന്താണ്, സ്നേഹബന്ധം എന്താണ്, സുഹൃത്തുക്കൾ എങ്ങനെയാവണം? ഈ ആയത്തിന് കൃത്യമായ വീക്ഷണമുണ്ട് അതിനകത്ത്. നല്ല ആളുകളോടൊപ്പമായിരിക്കണം നിങ്ങൾ. കളവ് പറയുന്നവരോടൊപ്പം ആവരുത്. കളവ് പറയുക എന്ന് പറഞ്ഞാൽ ഈ പറച്ചിലിൽ മാത്രമല്ല, കളവ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ബന്ധപ്പെടുന്ന ഒന്നാണ്. അങ്ങനെയുള്ളവരോടൊപ്പം ആവരുത്. നിങ്ങൾ ഒപ്പം നിൽക്കേണ്ടത് സത്യം പറയുന്നവർക്കൊപ്പമായിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ സുഹൃത്തുക്കളായി കൊണ്ടു നടക്കലൊക്കെ ലേശം പണിയാണ് അല്ലെ? ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മളെ സുബഹിക്ക് വിളിച്ചുവിടുന്ന ഒരു മനുഷ്യൻ, ഇയാൾ ഈ 5 മണിയാവുമ്പോ അവൻ ബെല്ലടിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു സുഹൃത്ത് നമുക്കുണ്ടെന്ന് കരുതുക. 5 മണിയാകുമ്പോൾ അവൻ ബെല്ലടിക്കാൻ തുടങ്ങും. ഒരു ബെല്ല് കട്ടാക്കും, നമ്മൾ രണ്ടാമതും വിളിക്കും, മൂന്നാമതും വിളിക്കും. ഫോൺ ഇങ്ങനെ കട്ടാക്കി വിടുമ്പോ നമ്മളുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് സുഫിയാനെ എന്ന് ഉറക്ക വിളിക്കുന്ന, സൈക്കിളിൽ ഇരുന്നുകൊണ്ട് ഉറക്ക വിളിക്കുന്ന ഒരു കൂട്ടുകാരൻ നമ്മളെ പൊക്കി എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സുഹൃത്തുണ്ടെന്ന് കരുതുക അല്ലെ? ആ സുഹൃത്തിനെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടില്ല, 2 ഘട്ടങ്ങളാണ് മനസ്സിന്റെ അവസ്ഥ. നമ്മളോട് പറയാണ്, ഇന്ന് എന്റെ അടുത്തൊരു സുഹൃത്ത്, എറണാകുളത്തുള്ള ഒരു സുഹൃത്ത്, ഒരു പയ്യൻ, നല്ല പയ്യനാണ്, മാഷാ അല്ലാഹ്. അവൻ വിളിച്ചു ചോദിച്ചു, നമ്മളുടെ ഈ മുതലയുടെ പടമുള്ള ലോഗോയുള്ള ഒരു ഷർട്ട് ഉണ്ടല്ലോ, ലാക്കോസ്റ്റ്. അവൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അവന്റെ കൂട്ടുകാരന്റെ ഒരു ബ്രാൻഡഡ് ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയതാണ്. ചെല്ലും എന്തെങ്കിലും സാധനം എടുക്കണമല്ലോ. അപ്പൊ ലാക്കോസ്റ്റയുടെ ഈ ഷർട്ട് എടുക്കാമോ? അതൊരു മുതലയുടെ അടയാളം കാണുന്നുണ്ട്. ജീവനുള്ള വസ്തുക്കളുടെ അത് നമുക്ക് അത്രയും പ്രോത്സാഹനീയമായ ഒരു കാര്യമല്ല. അപ്പൊ പയ്യൻ വിളിച്ചു ചോദിക്കുകയാണ്, ഉസ്താദ് അത് എടുക്കാമോ? അപ്പൊ ചോദിക്കാനുണ്ടായ ഒരു ചേതോവികാരം ഉണ്ടല്ലോ. നമുക്കൊരു ബ്രാൻഡ് നല്ല ഇഷ്ടപ്പെട്ടു, അതിന്റെ നല്ല ഡിസൈനാണ്, സൂപ്പർ ഡിസൈനാണ്. നമുക്ക് അവിടെ ഇരുന്ന മുഴുവൻ ബ്രാൻഡുകളിലും പീച്ചർ ഇംഗ്ലണ്ടിന്റെ, അതേപോലെ തന്നെ പോളോയുടെ ഒക്കെ ഷർട്ട്സ് അവിടെ ഉണ്ട്, അർമാനിയുടെ ഷർട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബ്രാൻഡിന്റെ സാധനമാണ്. അപ്പോഴാണ് നമ്മുടെ കൂടെ നിൽക്കണമോ പറയുന്നത്, ഞാൻ സാധനം എടുക്കല്ലേ, അത് മുതലയുടെ പടമുണ്ട്. അത് നമുക്ക് ആ സുഹൃത്തിനെ എത്രത്തോളം ഇഷ്ടപ്പെടും? ആ സുഹൃത്തിനെ നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും? സൂക്ഷ്മതയുടെ പേരിൽ പോളോയുടെ ഷർട്ടിൽ വരുന്ന ഒരു എംബ്ലം ഉണ്ട്, ഒരു സിമ്പൽ ഉണ്ട്. ഒരാൾ പറയുകയാണെങ്കിൽ അത് കുതിരയുണ്ട്, കുതിരയുടെ മുകളിൽ ഒരാൾ ഇരുന്ന് അടിക്കുന്നത് പോലെ, പോളോ കളിക്കുന്നത് പോലെയുള്ള സീനാണ്. ഒരു സൂക്ഷ്മതയുടെ പേരിൽ നമ്മൾ ഒഴിവാക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ഒരു സുഹൃത്ത് എന്ന് നമുക്കുണ്ടെന്ന് കരുതുക. നേരത്തെ സുബഹി വിളിച്ചുവിടാൻ വന്നവനെ പോലെ നീ ഏതെങ്കിലും ഒരു ഗാനമേളയ്ക്ക് പോകാൻ വേണ്ടി നമ്മളെല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ വന്നിട്ട് പറയാം, ഞാനില്ല അതിന്, നീ അതിന് പോവും വേണ്ട. ആലോചിച്ച് നോക്കി, അങ്ങനത്തെ ഒരു സുഹൃത്തിനെ കുറിച്ച് നമ്മൾ അവനെ കുറിച്ച് പറയുമ്പോൾ ടോക്സിക് ഫ്രണ്ട് ആണെന്ന് പറയും പുതിയ ഭാഷയിൽ. ഭയങ്കര ടോക്സിക് ആണ്, ഒരു രക്ഷയില്ല അവനെ കൊണ്ട് എന്ന് പറയും. നമ്മൾ അവനെ പറ്റി അങ്ങനെ പറയും. എന്നാൽ മറ്റൊരു ഫ്രണ്ടിനെ സങ്കല്പിക്കുക, ഇമാതിരി ഇടങ്ങേറുകളൊന്നുമില്ല, നമ്മൾ എന്ത് പരിപാടിക്കുണ്ടോ അതിനൊക്കെ അവനുണ്ട്. എന്താണ്? പാർട്ട്നേഴ്സ് ഇൻ ക്രൈം, അങ്ങനല്ലേ? പാർട്ട്നേഴ്സ് ഇൻ ക്രൈം, സകല ക്രൈമുകളിലും അവൻ പാർട്ട്ണറാണ്. അങ്ങനെ എഴുതാൻ നമുക്ക് മടിയില്ല. നമ്മുടെ ഉറ്റ മിത്രത്തെ വെച്ചിട്ട് നമ്മൾ കൂടെ നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ബയോയിൽ എഴുതുകയാണ്, എന്താ? പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. ആലോചിച്ച് നോക്കിയേ, നിസ്സാരാണ് പറയുമ്പോ. ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് എഴുതിയതല്ല ഉസ്താദെ. വായിക്കുന്ന ഒരാൾക്ക് അതങ്ങനെയൊക്കെ തന്നെയാണ്. വായിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര രസമാണ്, മനസ്സിലായില്ലേ? ഈ ടീഷർട്ടിൽ എഴുതുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഐ ആം എ ബാഡ് ബോയ്,
ഭയങ്കര രസമാണ്. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാണ് തൊട്ടു മുമ്പിൽ അവന്റെ ബിരിയാണിയിൽ എങ്ങനെയാണ് ഞാൻ വളരെ എന്താ പറയാ, ഭയങ്കര രസമാണ്. അങ്ങനത്തെ ഒരുപാട് ക്യാപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിലേക്ക് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല, മറ്റൊരു സമയത്ത് അത് പറയാം. ഏതാ ഈ ടീഷർട്സിലെ ക്യാപ്ഷൻസ്, അത് തന്നെ ഒരു വിഷയമാണ്. നമുക്ക് പറയുമ്പോൾ നാണം തോന്നും, ഇടുമ്പം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയുള്ള ഒരു സുഹൃത്തുണ്ട് എന്ന് കരുതുക. അവനോടൊപ്പം കഴിയലും അവന്റെ കൂടെ നിൽക്കലും അവന്റെ കൂടെ അവനെ സഹിക്കലും ഒക്കെ ലേശ ഇടങ്ങേറാണ്. ഇടങ്ങേറായതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്. അതാണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറേണ്ടത്. ഇങ്ങനെയുള്ളവൻ ഇടങ്ങേറാണ് എന്നത് കൊണ്ട് തന്നെ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? വസ്ബിർ നഫ്സക മഅൽ ലദീന യദ്ഊന റബ്ബഹും. ഈ മഅ അവിടെയാണ്. ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാ വകാന അംറുഹു ഫുർത. നബിയേ, അങ്ങയെ ക്ഷമിപ്പിച്ചിരുത്തണം. പ്രയോഗം അതാണ്. ഇത്തിരി പാടാണെന്നറിയാം, പക്ഷെ അങ്ങയെ ക്ഷമിപ്പിച്ചിരുത്തണം. ആരോട് കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന, നിസ്കരിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ ഫ്രണ്ട്സിന്റെ കൂടെ നിന്റെ ശരീരത്തെ നീ ക്ഷമിപ്പിച്ചിരുത്തണം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോടുള്ള കൽപ്പനയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അവരോടൊപ്പം ഇരിക്കൽ, അങ്ങനെ ക്ഷമയോടെ ഇരിക്കേണ്ട, അങ്ങനെ കൽപ്പിക്കപ്പെടേണ്ട ആളല്ല. എന്നോടുള്ള കൽപ്പനയാണ്. അങ്ങനെയുള്ളവന്റെ കൂടെ ക്ഷമയോടെ കഴിയണം. വലാ തഅദു ഐനാക അൻഹും. ഒരിക്കലും അവരെ വിട്ട് അങ്ങയുടെ കണ്ണുകളെ തെറ്റിച്ചു കളഞ്ഞേക്കരുത്. ശ്രദ്ധിക്കണം കേട്ടോ, ആ വാക്കുകൾ വിശദീകരിക്കാൻ നേരമില്ല, സമയം വളരെ ലിമിറ്റഡ് ആണ്. വലാ തഅദു ഐനാക അൻഹും. അങ്ങയുടെ കണ്ണുകളെ അവരിൽ നിന്ന് മാറ്റിയേക്കരുത്. തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. പുതിയ ഫാഷൻ സ്റ്റൈലുകളിലേക്ക് തിരിഞ്ഞിട്ട്, ദുനിയവിയായ ജീവിതത്തെ മോഹിച്ചിട്ട്. വലാ തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. നമ്മളെ ഓർക്കാതെ ഹൃദയങ്ങളെ നാം അശ്രദ്ധയിലാക്കിയ ആളുകൾ, അവരുടെ കൂടെ അങ്ങ് കഴിയരുത്, അവരെ അങ്ങ് പിൻപറ്റരുത്. അവന്റെ ലക്ഷ്യം അവന്റെ ദീനല്ല. ദീൻ എന്ത് കാണാൻ പറഞ്ഞു, കേൾക്കാൻ പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു, എന്തെടുക്കാൻ പറഞ്ഞു, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു, ഇതൊന്നും അവന് പ്രശ്നമില്ല. അവൻ തിരഞ്ഞെടുക്കുന്നത് ഇത് ഒരൊറ്റ ജീവിതമാണ്, ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്നുള്ള അവന്റെ ശരീരത്തിന്റെ ശാരീരികമായ താല്പര്യങ്ങളെയാണ്. അങ്ങനെയുള്ളവരുടെ കൂടെ കൂടരുത്. അവന്റെ കാര്യം ഭയങ്കര അപകടമാണ്, ഖുർആൻ പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ അതുകൊണ്ട് പറയും, അവൻ ഭയങ്കര അള്ളാഹുവാലയാണെന്ന് പറയും, അല്ലെങ്കിൽ അവൻ വലിയ പള്ളിയുമായിട്ടും അവന്റെ റൂട്ട് വേറെയാണ്, അവന്റെ വഴിക്ക് വിട്ടേക്ക്, തൽക്കാലം നമുക്കിപ്പോ ഇങ്ങനെ കൂടാം. ഈ സുഹൃത്ത് ബന്ധത്തിന്റെ ബൗണ്ടറികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ദീൻ അങ്ങനെ കൃത്യമായ നിലയിൽ നമുക്ക് വരച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ. നമ്മൾ സാധാരണ നിലയിൽ ഈ ലോകത്തെ പലതരത്തിലുള്ള വിപ്ലവങ്ങളെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട്. റെവല്യൂഷൻസ്, വലിയ വലിയ വിപ്ലവങ്ങൾ, ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ വായിക്കാറുണ്ട്. ലോകത്തിന്റെ സംസ്കൃതിയെ മാറ്റിമറിച്ച റെവല്യൂഷൻ ആണ് എന്ന് സാമൂഹ്യ പാഠത്തിൽ ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിക്കും. ലിബർട്ടിയെ പറ്റി, ഫ്രറ്റേണിറ്റിയെ പറ്റി, സോഷ്യലിസത്തെ പറ്റി, അല്ലെ? അതൊക്കെ ഉണ്ടാക്കിയത് ഈ റെവല്യൂഷനിലൂടെയാണെന്ന് പറയും. ആ റെവല്യൂഷൻ വായിക്കുന്നവർ അതിനേക്കാൾ ഒരുപാട് മുമ്പ് നടന്ന മദീനയുടെ ഒരു റെവല്യൂഷൻ പഠിക്കേണ്ടതുണ്ട്. മദീനയിലേക്ക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ നടത്തിയ ഒരു റെവല്യൂഷൻ ഉണ്ട്. ഞാൻ അതിനെ ആ വാക്കുകൾ കൊണ്ട് ബോധപൂർവം ഉപയോഗിക്കുകയാണ്. അതൊരു മഹാവിപ്ലവമായിരുന്നു. കാരണം അവരന്ന് വന്നിറങ്ങിയത് പരസ്പരം ശത്രുതയിൽ കഴിയുന്ന ഔസിലേക്കും ഖസറജിലേക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അവരിലേക്കാണ് ഹിജറ ചെയ്തിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും വരുന്നത്. തങ്ങൾ അവിടെ ചെയ്ത ഒരു പണി എന്താണെന്നറിയുമോ സഹോദരങ്ങളെ? ചെയ്ത ഒരു വർക്ക് എന്താണെന്നറിയോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയിൽ നിന്ന് വന്നവരെയും മക്കയിൽ നിന്ന് വന്നവരെയും
പരസ്പരം മിങ്കിൾ ചെയ്തിട്ട് നബിതങ്ങൾ അവർക്കിടയിൽ ഒരു ഉഹൂവത്ത് ഉണ്ടാക്കി, ഒരു സാഹോദര്യം ഉണ്ടാക്കി. മദീനയിൽ നിന്ന് വരുന്ന ഒരാൾക്ക്, മക്കയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പ്രാദേശികമായി അവർക്കിടയിൽ അകൽച്ചയുണ്ടാവാൻ പാടില്ല. സ്വാഭാവികമായും അകൽച്ചയുണ്ടാകുന്ന വലിയ ഒരു ഫാക്ടറാണത്, വലിയൊരു ഫാക്ടറാണ് ഈ ദേശവ്യത്യാസം. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നവനാണ്, എന്റെ അത്തത്താമാര് മുതൽ ഇവിടെ തന്നെ കാരിക്കോട് തന്നെ ഉള്ളവരാണ്, അവർ ഉടുമ്പന്നൂരിൽ നിന്ന് വന്നു താമസിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെയും പ്രയോഗമാണത്. പലപ്പോഴും പല കാര്യങ്ങളിലും ഉൾക്കൊള്ളാനും പ്രയാസമാണ്. മലയാളത്തിലെ വൃത്തികെട്ട പദങ്ങളിൽ ഒരു പദമാണ് ഒരുത്തൻ എന്ന പദം. അത് പ്രയോഗിക്കൽ പദത്തിന്റെ വൃത്തികേടല്ല, അത് പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളിടത്തത് ഭയങ്കര അപകടമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഫാക്ടർ ഒരിക്കലും ഉണ്ടാവരുത് സഹാബത്തിന്റെ ഇടയിൽ. തങ്ങൾ ചെയ്ത ഒരു വലിയ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ എങ്ങനെയായിരുന്നു? മക്കയിൽ നിന്ന് വന്ന ഒരാളെയും മദീനയിൽ നിന്ന് വരുന്ന ഒരാളെയും രണ്ടുപേരെയും കൂട്ടിച്ചേർത്ത് പ്രവാചകർ ഒരു ഉഹൂവത്ത് സ്ഥാപിച്ചു, അവിടെ ഒരു സ്നേഹബന്ധം സ്ഥാപിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വലിയ പ്രമുഖനായ സഹാബിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ കൂട്ടുകാരനായി കൊടുത്തത് ഖാലിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവர்கள் ഇത്ബാൻ ബിൻ മാലിക് അൻസാരിയായ സഹാബിയാണ്. അവർ തമ്മിലുള്ള ഒരു ഈ സ്നേഹബന്ധത്തെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിക്കുന്ന കിതാബുകൾ മുഹദ്ദിസുകൾ എഴുതുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു അവர்கள் ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു അത്രേ, ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിരിക്കുന്നത് പോലെ ഇത്ബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, നമുക്ക് അത്ര പേര് പരിചയമുള്ള സഹാബിയൊന്നുമല്ല. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകി, അല്ലെങ്കിൽ ആ സഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിന് എത്ര പ്രാധാന്യം നൽകി എന്നറിയോ? ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ സഹാബിയോട് പറയുമായിരുന്നു, ഞാൻ ഒരു ദിവസം പോകാൻ നബിതങ്ങളുടെ അടുക്കൽ, അന്ന് നീ നിന്റെ പണിയും ജോലിയുമായിട്ട് നിൽക്കും മദീനയിൽ, പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോകാം, നീ നബിതങ്ങളുടെ അടുക്കൽ വന്നിരിക്കണം, ഓരോ ദിവസവും ഇടവിട്ട് നമുക്ക് നബിതങ്ങളുടെ സദസ്സ് പങ്കിടാം, ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ നബിതങ്ങൾ എന്തൊക്കെ പറഞ്ഞോ അത് മുഴുവനും നീ എന്നെ പറഞ്ഞു കേൾപ്പിക്കണം, നീ ഇല്ലാത്ത ദിവസത്തിൽ നബിതങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും ഞാൻ നിന്നെ പറഞ്ഞു കേൾപ്പിക്കാം. ഇവർക്കിടയിൽ അങ്ങനെ ഒരു നൗബത്തുണ്ടായിരുന്നു എന്നാണ്, ഒരു നൗബത്തുണ്ടായിരുന്നു. അതേപോലെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായി കിട്ടിയത് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിന് കൂട്ടുകാരനായി ലഭിച്ചത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. സുബൈർ റളിയല്ലാഹു അൻഹുവിന് സൽമാ റളിയല്ലാഹു തആല അൻഹു, സലമ റളിയല്ലാഹു അൻഹു, തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബാക്കളാണ്. ഇത്തരത്തിൽ 90ഓളം സഹാബാക്കളുടെ പേരും ആ 90ഓളം സഹാബാക്കൾക്ക് നബിതങ്ങൾ കൊടുത്ത കൂട്ടുകാരനും അൻസാരിയായ കൂട്ടുകാരനും ചരിത്രത്തിന്റെ കിതാബുകളിലുണ്ട്. സ്നേഹബന്ധത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്ന് ഈ ഒരൊറ്റ വിപ്ലവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് നബിതങ്ങൾ അങ്ങനെ സ്നേഹബന്ധത്തിലാക്കിയത്? അതാക്കിയത് പരസ്പരം ഈ ആശയങ്ങളും സംസ്കാരങ്ങളും പരസ്പരം കലരുമെന്ന് നബിതങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അത് നന്മയുടെ കലരലാവട്ടെ, നന്മയുടെ കലരലാവട്ടെ. കൂടെ ചേർന്നിരിക്കുമ്പോ തിന്മകൾ പരസ്പരം പങ്കുവെക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറി നന്മകൾ പരസ്പരം പങ്കുവെക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരട്ടെ. നിങ്ങൾക്കറിയുമോ, ഖുർആനിൽ ഒരു ഭയങ്കരമായ പ്രയോഗമുണ്ട്. ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഈ സ്വദീഖുൻ ഹമീം എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. സ്വദീഖുൻ ഹമീം സാധാരണ മലയാളത്തിൽ നമുക്ക് ഉച്ചമിത്രം എന്നൊക്കെ പറയാം. ഉച്ചമിത്രം എവിടെയാണ് ഖുർആൻ അത് പ്രയോഗിക്കുന്നതെന്ന് അറിയുമോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, വമാ അദല്ലനാ ഇല്ലൽ മുജ്രിമൂൻ, നമ്മളെ വഴികെടുത്തിയത് മുജ്രിമീങ്ങളായ ആളുകളാണ്. മാ ലനാ മിൻ ഷാഫിഈൻ, നമുക്ക് നല്ലത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. വലാ സ്വദീഖുൻ ഹമീം, ഒരു ഉറ്റമിത്രവും ഞങ്ങൾക്ക് നന്മ പറഞ്ഞു തരാനില്ലായിരുന്നു. സ്വദീഖുൻ ഹമീം ഖുർആൻ നടത്തുന്ന ഒരു ഭയങ്കരമായ ആശയമുള്ള പ്രയോഗമാണ്. സാധാരണ ഈ ഹമീം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സ്വദീഖുൻ ഹമീം എന്ന് പറഞ്ഞാൽ, ഹമീം എന്ന് പറയുന്ന വാക്ക് ഖുർആനിൽ സാധാരണ ഉപയോഗിക്കുന്നത് ചൂടേറിയ വസ്തുക്കൾക്കാണ്, ചൂടുള്ള വസ്തുക്കൾ. മുഫസ്സിരിങ്ങൾ ഇങ്ങനെ വല്ലാതെ ചർച്ച ചെയ്യുന്നുണ്ട്. ഖുർആനിൽ
സുഹൃത്തിനെ എന്തുകൊണ്ടാണ് ചൂടുള്ള വസ്തുവിനെ കൊണ്ട് വിശേഷിപ്പിച്ചത്? നരകത്തിലെ ദ്രാവകത്തെ പറയുന്ന സ്ഥലത്ത് ഈ നരകവാസികളായ ആളുകൾ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ, അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയം, ആ പാനീയത്തെ വിശദീകരിക്കുന്ന സ്ഥലത്ത് അള്ളാഹു താല പറയുന്നുണ്ട് ഈ ഹമീം എന്ന് പറയുന്ന പ്രയോഗം. ചൂടേറിയ പാനീയം അവർക്ക് കുടിക്കാൻ നൽകും. വമാ അവല്ലനാ ഇല്ലൽ മുജ്രിമൂൻ വമാ ലനാ മിൻ ശാഫിഈൻ വലാ സ്വദീഖിൻ ഹമീം. നമ്മളെ വഴികെടുത്തിയത് അക്രമികളാണ്. നമുക്ക് ഇവിടെ ശുപാർശകൾ ചെയ്യാൻ ആരുമില്ല, ഒരു ഉറ്റ മിത്രവുമില്ല, ഒരു ചൂടേറിയ മിത്രവുമില്ല. എന്തുകൊണ്ട് ഹമീം എന്ന് പ്രയോഗിച്ചു? മുഫസ്സിറുകൾ അതിന് പറയുന്ന വാക്കെന്താണെന്നറിയാമോ? ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവൻ തന്റെ സുഹൃത്തിന് വേണ്ടി ചൂടാകുന്നവനാണ് എന്നാണ്. തന്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് അവന്റെ രക്തം തിളയ്ക്കും, അല്ലെ? അങ്ങനെയാണല്ലോ. അടിച്ചു കഴിഞ്ഞിട്ടാണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുള്ളൂ. അതാണ് വിഷയം. അടിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുള്ളൂ. ആദ്യ അടി പിന്നെയാണ് ചോദ്യം. കാരണം പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ തല്ലു കൊണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരനാണ്. കൂട്ടുകാരന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവട്ടെ, ന്യായം ഇല്ലാതിരിക്കട്ടെ, അവന് തല്ലുകൊള്ളുന്നത് കാണാൻ നമുക്ക് സാധിക്കില്ല. ആ സമയത്ത് നമ്മളുടെ വരുമ്പരായികയോ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിന്റെ അല്ലെങ്കിൽ അവനെ അടിച്ചവന്റെ ആകാര വൈഭവമോ ഇതൊന്നും നമ്മുടെ മുമ്പിൽ വരില്ല. നമ്മുടെ കൂട്ടുകാരൻ തല്ലുകൊള്ളാണ്, നമ്മുടെ ഉള്ളിൽ ഒരു തളപ്പുണ്ടാകും. നമ്മുടെ വീട്ടിൽ അത്ത ചോദിക്കും, അമ്മ ചോദിക്കും, തനിക്ക് അടിയിട്ടും, ഇതൊന്നും അവിടെ പ്രശ്നമാവില്ല. അവന് വേണ്ടി നമ്മുടെ രക്തം തിളയ്ക്കും. അങ്ങനെ ഉള്ള സുഹൃത്തുക്കൾക്കാണ് ഹമീമായ സുഹൃത്ത് എന്ന് പറയുന്നത്. ഹമീമായ സുഹൃത്ത്, ചൂടുള്ള സുഹൃത്ത്. അങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തുകൊണ്ട് ഈ ചൂടുള്ളത് എന്ന് പ്രയോഗിച്ചു. കൂട്ടുകാരങ്ങനെയാണ്. ഒരു സ്വദീഖ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ തന്റെ കൂട്ടുകാരന് വേണ്ടി അവന്റെ രക്തം തിളയ്ക്കും. ഇത് വസ്തുതയാണ്. അല്ലാഹു തആല പറയാണ്, ഒരു സ്വദീഖുൻ ഹമീം എനിക്കില്ലായിരുന്നു, എന്നെ ഉപദേശിക്കാൻ ഒരു കൂട്ടുകാരനില്ലായിരുന്നു എന്ന് അക്രമികളായ ആളുകൾ അന്ന് പരിതപിക്കും. സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു മറ്റൊരു സ്ഥലത്ത് ഇതേ ഭാഷയിൽ ഈ ഹമീം എന്ന പദം ഉപയോഗിച്ച് പറയുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ ഒരാളും ഉപയോഗപ്പെടുകയില്ല, ഉപകാരപ്പെടുകയില്ല. വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഒരു സ്നേഹിതനോടും തന്റെ സ്നേഹിതനെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മറുപടി പറയണം. കൂട്ടുകാരൻ ഈ ദുനിയാവിൽ ആരാണ് എന്ന് പറയട്ടെ, എത്ര വലിയവനാണെങ്കിലും അവനെ കൊണ്ട് ആഖിറത്തിൽ നിനക്ക് ഒരു ഗുണവും ഉണ്ടാവുകയില്ല, നീ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരൻ നല്ലവനായ കൂട്ടുകാരനായില്ല എങ്കിൽ എന്ന്. അതാണ് ആ വാക്കിനർത്ഥം. ഖിയാമത്ത് നാളിലും നമുക്ക് ഉപകാരപ്പെടണം നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ. അങ്ങനെ ഉപകാരപ്പെടണമെങ്കിൽ നാം തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ നന്മയുടെ പൂക്കളാവണം, നന്മയുടെ സൗരഭ്യം പരത്തുന്ന പൂക്കളാവണം. നമ്മളിലേക്ക് സ്നേഹം നന്മയിലൂടെ പകർന്നു നൽകുന്നവനാവണം, തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്നവനാവരുത്. ചില ആളുകൾക്ക് അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് പരീക്ഷിക്കും എന്നാണ്. അതിന് ഖരീൻ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഖരീൻ, കൂട്ടാളികളെ അല്ലാഹു തആല അവന് നിശ്ചയിച്ചു കൊടുക്കും. ആ കൂട്ടാളികളിലൂടെ അവന്റെ ജീവിതം വഴികെട്ടു പോകും. കൂട്ടാളികളിലൂടെ ജീവിതം വഴികെട്ടു പോകുന്നവർ ഖുർആനിൽ അങ്ങനെയും, പരിശുദ്ധ ഖുർആനിന്റെ വായന അങ്ങനെയുമുണ്ട്. നമുക്ക് മാതൃകയാക്കാനുള്ളത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്, തങ്ങളുടെ സ്നേഹബന്ധത്തെയാണ്. നിങ്ങൾക്കറിയുമോ, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ബന്ധം, അവര് തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്, ചരിത്രത്തിൽ അതിന് തുല്യമായ മറ്റൊന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ലോക ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യകാലം മുതലേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ഘട്ടം വരെ, അഷ്റഫുൽ ഖൽഖിനെ റൗളയിൽ മറമാടപ്പെടുന്ന സമയം വരെ സന്തത സഹചാരിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവர்கள் കൂടെ ഉണ്ടായിരുന്നു. മികച്ച ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്.
അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കരികിൽ ഇന്നും വിശ്രമിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചേർന്ന് ഖബറിടത്തിലും അങ്ങനെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ആദ്യം വിശ്വസിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവറുകളാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിശ്വസിച്ചിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. നബിതങ്ങളോടൊപ്പം തങ്ങളുടെ ജോലിയിൽ പങ്കാളിയായി, തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പങ്കാളിയായി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറി വന്നപ്പോ തന്റെ സുഹൃത്തുക്കളായ ആളുകളോട് പറഞ്ഞു, ഇങ്ങനെ മുഹമ്മദ് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, പറയുന്നത് സത്യമാണ്. ഞാൻ ചെറുപ്പം മുതലേ മുഹമ്മദിനെ അനുഭവിക്കുന്നതാണ്. അദ്ദേഹത്തിൽ ഞാൻ പല പ്രത്യേകതകളും കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടെ ഉണ്ടാവണം, നിങ്ങളും വിശ്വസിക്കണം. പോയി തിരിച്ചു വന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുഅ്മിനീങ്ങളായ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ദഅവത്തിന്റെ ഉത്തരവാദിത്തം അന്നു മുതൽ പങ്കാളിയാണ്. പലരും അതിനെ പലതിനാലും പിരിക്കാൻ നോക്കി, ചലിച്ചില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു. മിഅ്റാജിന്റെ വിഷയം വന്നപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബിതങ്ങളും തമ്മിലുള്ള ഈ ബോണ്ടിനെ, അതിനെ തകർക്കുവാൻ മുശ്രിക്കീങ്ങളായ ആളുകൾ ശ്രമിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇതെല്ലാം പറഞ്ഞു കേട്ടു. എങ്ങനെ? രാത്രി മക്കയിൽ നിന്ന് യാത്ര പോയത്രേ, ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് അമ്പിയാക്കളോടൊപ്പം നിസ്കരിച്ചു അത്രേ. അവിടെ നിന്ന് നിർത്തിയില്ല, 7 ആകാശവും കടന്നു പോയിട്ട് അല്ലാഹുമായി സംസാരിച്ചു അത്രേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മക്കയിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റത്രേ. ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യും? ഏറ്റവും നല്ല മിത്രമാണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. മിനിമം വാക്കതല്ലേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? എന്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ അതാണ് സത്യം എന്നാണ്. ഈ പറയാൻ വന്നവർക്ക് സ്വാഭാവികമായും എന്തു വലിയൊരു നാണക്കേടായിരിക്കും ഉണ്ടാവുക. കാരണം ഇവരിതിങ്ങനെ ആവേശത്തിൽ പറയാണ്. എന്നിട്ട് ചോദിച്ചു, തങ്ങൾ ഇത് പറഞ്ഞോ? തീർച്ചയായിട്ടും നീ ചെന്ന് ചോദിച്ചു നോക്ക്, ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. നിങ്ങൾക്ക് എന്തറിയാം? ഞാനും എന്റെ നബിയും ഒരുമിച്ചിരിക്കുമ്പോ എന്റെ പ്രവാചകരുടെ നെറ്റിത്തടം വിയർക്കുന്നതും പ്രവാചകർക്ക് വിറ വരുന്നതും ഞാൻ കാണുന്നുണ്ട്. എന്നോട് നബിതങ്ങൾ ആ വിറ കഴിയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അടുക്കൽ വന്നുപോയി എന്നും പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു എന്നും എന്റെ നബി എന്നോട് പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുകയാണ്. അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എനിക്കിതിൽ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഹഖ്. പിന്നെ അവിടെ യുക്തിക്ക് പ്രസക്തിയൊന്നുമില്ല. യുക്തിവാദികളും മനസ്സിലാക്കേണ്ടത് അതാണ്. പ്രത്യേകിച്ച് പല കൂട്ടുകാരുടെയും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും, അതവർക്ക് രാഷ്ട്രീയ ചിന്തകളാവാം, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സദസ്സുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ആശയങ്ങളുടെ സ്വാധീനമാവാം, അല്ലെങ്കിൽ അവർ ബന്ധപ്പെടുന്ന മേഖലകളിൽ അവർക്ക് ലഭിക്കുന്ന, അവരുടെ വായനകളിലൂടെ ലഭിക്കുന്ന അപകടകരമായ അറിവുകളാവാം. അതുമായി നമ്മളുടെ ദീനിനെ അപകടപ്പെടുത്തുവാൻ വേണ്ടി നമ്മളുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ പറയും, ഞാൻ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് മറുപടി പറയാം. നമ്മുടെ അറിവില്ലായ്മയുടെ പേരിൽ സഹോദരങ്ങളെ, ആദ്യത്തെ തിരിച്ചറിവ് എന്താണെന്ന് അറിയുമോ? ഇത് ഹദീസാണോ? ഇത് ദീനിലുള്ളതാണോ? ഇത് ഖുർആനിലുള്ളതാണോ? നീ അതിനകത്ത് പിന്നെ ഇളക്കാൻ നിൽക്കണ്ട. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അതാണ് ഹഖ്. അതാണ് ആദ്യം. അതുണ്ടായ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അതാണ് ശരി. ബാക്കിയെല്ലാം പിന്നെയാണ്. പറഞ്ഞോ? അതാണ് ശരി. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനത്തിന്റെ ആദ്യ സമയത്ത് കഅബയുടെ തണലിൽ പ്രവാചകർ വിശ്രമിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ റിദാഇനെ തങ്ങളുടെ കഴുത്തിൽ കുരുക്കിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്ന ഒരു രംഗമുണ്ട്. കണ്ടുകൊണ്ട് ഓടി വരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്തിനെ ഒരൊറ്റ തള്ളിൽ മറച്ചിട്ടു. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത്തഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഇദ്ദേഹത്തെ വധിക്കുകയാണോ? ഒരു മനുഷ്യനെ വധിക്കുകയാണോ?
ആ വാക്കിനെ മുഹദ്ദിസീങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഈ വാക്ക് ആദ്യം പറയുന്നത് ഫിർഔനിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആ മനുഷ്യനാണ്, ആ മുഅ്മിനായ മനുഷ്യൻ. ഖുർആൻ ആ വാക്കെടുത്ത് പറയുന്നുണ്ട്. ഈമാൻ മറച്ചുവെച്ച ഫിർഔനിന്റെ സമൂഹത്തിലെ കുടുംബത്തിലെ ആ വ്യക്തി. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, മുഹദ്ദിസീങ്ങൾ ചർച്ച ചെയ്യുന്നു, ഫിർഔനിന്റെ കാലത്തെ ആ മുഅ്മിനാണോ, ഫിർഔനിന്റെ മുമ്പിൽ ഈമാൻ പറഞ്ഞ ആ വ്യക്തിയാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണോ ഉത്തമൻ? അതിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് അറിയുമോ? ഫിർഔന്റെ കാലത്ത് മനുഷ്യൻ ഈമാൻ മറച്ചുവെച്ചവനാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഈമാൻ പരസ്യപ്പെടുത്തിയ ആളാണ്. ഈമാൻ സ്വീകരിച്ച അന്ന് തന്നെ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ ദീനിലേക്ക് കൊണ്ടുവന്നയാളാണ്. ഹിജ്റയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആരായിരിക്കണം സുഹൃത്ത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക്, നബിതങ്ങളിലേക്ക് നോക്കാനുള്ള ചില ഘട്ടങ്ങളാണ് ഇതെല്ലാം. ഹിജ്റയിൽ കൂടെയാണ്. സഹാബാക്കളൊക്കെ ഇങ്ങനെ ഹിജ്റ പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, ഒരു ഉച്ച സമയത്താണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നത്. തങ്ങൾ വരുന്ന കോലം കണ്ടപ്പോ തന്നെ വീട്ടിലിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പച്ചി പറഞ്ഞു, എന്തോ അത്യാവശ്യമുണ്ട്, ആ അത്യാവശ്യം പറയാനാണ് നബി തങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, അങ്ങനെയാണല്ലോ, ചില വരവ് കാണുമ്പോൾ ബൈക്ക് നിർത്തിയിട്ട് ധൃതി പിടിച്ചു വരികയാണ്. അപ്പൊ അത് പെരിയത്തന്നെ ഇത്ര ധൃതിക്ക് വരുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും. എന്തോ പറയാനുണ്ടല്ലോ, വേഗം അത്ത പുറത്തേക്ക് വരും. വിളിക്കാൻ കാത്തു നിൽക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വരവ് കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്തോ അത്യാവശ്യം പറയാനാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു, അൽ ഹിജ്റ യാ അബൂബക്കർ, അബൂബക്കറേ നമുക്ക് യാത്രയാവണം, നമുക്ക് ഒരുമിച്ച് യാത്രയാവണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ തരിച്ചു നിൽക്കാണ്. കാരണം കൂടെയുള്ള ഒരുപാട് സഹാബാക്കളെ യാത്രയാക്കി. തന്റെ ഊഴം ഇതുവരെയും നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ വന്നിട്ട് പറയാണ് ഒരുമിച്ച് പോകണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അറിയാം, മറ്റാരുടെ കൂടെ പോകുന്നതിനേക്കാളും അപകടമാണ് ആരുടെ കൂടെ പോകുന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകുന്നത്. പക്ഷെ അതിനോടൊപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, തങ്ങളെ ഞാൻ കൂടെ വരണമെന്നാണോ? പറഞ്ഞു, നഅം, അതെ, അങ്ങ് കൂടെ വരണമെന്നാണ്. അത് അല്ലാഹു പറഞ്ഞു, നബിയെ, തീർച്ചയായിട്ടും അല്ലാഹു അറിയിച്ചിരിക്കുന്നു, ഈ യാത്ര നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് ഒരാൾ നിലവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സന്തോഷം കൊണ്ട് ഒരാൾ നിലവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അന്ന് എന്റെ വാപ്പ കരഞ്ഞതുപോലെ എന്ന്. കൂടെ പോകുന്നതിന് കൊതിയായിരുന്നു. അതാണ് സുഹൃത്ത്. പോയപ്പോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി സഹോദരങ്ങളെ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. സൗർ ഗുഹയിൽ വിശ്രമിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനം. നബിതങ്ങൾ അങ്ങനെ കയറുകയാണ്. നബിതങ്ങളോട് പറയാണ്, നിക്ക് നബിയെ, ഞാൻ കയറാം, എന്നിട്ട് കയറിയാ മതി. കയറിയിട്ട് ഗുഹയെല്ലാം ഒരുക്കി. നമുക്കറിയാമല്ലോ, ഒരു പോതടയ്ക്കുവാൻ ഒന്നുമില്ലാതെ വന്നപ്പോഴാണ് തങ്ങളുടെ മേത്തൊന്നും കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കാലവിടെ വെച്ചത്. അവിടെ പാമ്പ് കടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രശ്നമില്ല. കാരണം തന്റെ മടിയിൽ പുഞ്ചിരി തൂകി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്നുണ്ട്. കണ്ണുനീരി വീണിട്ടാണ് പ്രവാചകർ എഴുന്നേൽക്കുന്നത്. എന്തിനാണ് കരയുന്നത്? കാലിൽ എന്തോ കടിച്ചു എന്ന് തോന്നുന്നു നബിയെ. അപ്പോഴാണ് കാല് വലിക്കുന്നതും നബിതങ്ങൾ ഉമനീര് തേക്കുന്നതും. എന്തൊരു ബോണ്ടാണത്. തിരിച്ച് ഹിജ്റയിൽ അതിനുശേഷം മകളെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പരിശുദ്ധ റസൂലിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ. പ്രായം ഓർത്തോളി, അതാ സുഹൃത്ത് ബന്ധത്തിന്റെ ആഴമാണ്. അവസാനം വഫാത്തിന്റെ സമയത്ത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൽ അഷ്റഫുൽ ഖൽഖ് കിടക്കുമ്പോൾ നെറ്റിത്തടം ചുംബിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാം. നെറ്റിത്തടം ചുംബിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകുകയാണ്. പക്ഷെ എപ്പോഴും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പതറിയില്ല. കാരണം പതറരുത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നല്ല ബോധ്യമുണ്ടപ്പോൾ നബി തങ്ങൾ പലപ്പോഴായി ഏൽപ്പിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബത്തിനെ അന്ന് നിയന്ത്രിച്ചത്. പറഞ്ഞ വാക്കുകൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ ബാക്കി വെച്ച വാക്കുകളായിരുന്നു. ആരെങ്കിലും നബി തങ്ങളെ ആരാധിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇതാ നബി തങ്ങൾ മരിച്ചിരിക്കുന്നു.
ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും മരിക്കുകയില്ല, അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. എവിടെ നിന്നാണ് ആ പദം വന്നത്? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. പിടിവിട്ടു നിൽക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹൃദയം ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, ഉടലാർന്ന മകളും കരയുന്ന കണ്ടു എന്ന്, ഉരുകുന്ന കണ്ടു. ഈ മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയ ചില മ്യൂസിക് ഇല്ലാത്ത പാട്ടുകൾ കേൾക്കണം കേട്ടോ. മ്യൂസിക് ഉള്ള പാട്ടുകൾ കേൾക്കരുത്. മ്യൂസിക് ഇല്ലാത്ത പാട്ടുകളിൽ രസകരമായ ചില പാട്ടുകളുണ്ട്. ഈ അടുത്തിറങ്ങിയ ഹുബ്ബിന്റെയും നബിതങ്ങളുടെ സ്നേഹത്തിന്റെയും ഒക്കെ പല വർണ്ണനകളുള്ള പാട്ടുകൾ. ആ പാട്ട്, ഒരു പാട്ട് ഇങ്ങനെയാണ്: ഈ പനയോലയിൽ ഒരു കുടിലുണ്ട്, പനയോലയിൽ ഒരു കുടിലാണേ എന്ന് പറയുന്ന തുടങ്ങുന്ന ഒരു പാട്ട്. നബിതങ്ങളുടെ വീടിനെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടാണ്. ആ പാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്ന രംഗത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വരുന്നതും ഉമർ റളിയല്ലാഹു തആല അൻഹു തകർന്നു കിടക്കുന്ന ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, ഉടലാർന്ന മകളും ഉരുകുന്ന കണ്ടു. ഭയങ്കര ഒരു വരിയാണ്, കേൾക്കുമ്പോഴൊക്കെ കരച്ചിൽ വരും. ഒന്ന് കേട്ടു നോക്കിക്കോളി, നല്ല പാട്ടാണ്. അതായിരുന്നു ആ സുഹൃത്ത് ബന്ധം, ആ ഉത്തരവാദിത്വം. നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു മുമ്പിലുണ്ട്: മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅ മാലു അബീബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ മറ്റൊരാളുടെയും സമ്പത്ത് എനിക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് ഹൃദയസ്പൃക്കായത്. മാ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്. തങ്ങളെ അങ്ങനെ പറയല്ലേ, ഞാനും എന്റെ സമ്പത്തും എല്ലാം അങ്ങയുടേതല്ലേ നബിയേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധങ്ങൾ അങ്ങനെയാവണം സഹോദരങ്ങളെ. നന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന ബന്ധങ്ങളാണ്, അത് നിലനിൽക്കും. അതിവിടെയും നമുക്ക് അതിന്റെ ഗുണം ലഭിക്കും, ആഖിറത്തിലും ഗുണം ലഭിക്കും. അതല്ലാത്ത ബന്ധങ്ങൾ, അതല്ലാത്ത സുഹൃത്തുക്കൾ, നന്മയിലേക്ക് നമ്മളെ നയിക്കാത്ത തിന്മകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നവർ, അത് നമുക്ക് ആഖിറത്തിൽ വലിയ അപകടം ചെയ്യും. ദുനിയാവിലും അപകടം ചെയ്യും, ആഖിറത്തിലും അപകടം ചെയ്യും. അത്തരം സ്നേഹിതന്മാർക്ക് ഖുർആൻ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഖരീൻ എന്ന പ്രയോഗം. ഖരീൻ എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്: വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ വഹുവ ലഹു ഖരീൻ. ആര് അല്ലാഹുവിന്റെ സ്മരണയെ വിട്ടു ജീവിക്കുന്നു, അല്ലാഹു പറയുന്നു, സ്മരണയെ വിട്ടാര് ജീവിക്കുന്നു അവനിൽ നാം ഒരു ശൈത്താനിനെ നിശ്ചയിക്കും. ആ ശൈത്താൻ അവന്റെ സഹകാരിയായിരിക്കും, അവന്റെ കൂടെ ആ ശൈത്താൻ ഉണ്ടാകും. അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അതിനൊരു ആത്മീയമായ അർത്ഥമാണ് ശൈത്താനീയത്തിലേക്ക് അവൻ മാറും എന്നർത്ഥം. അതാണ് പ്രധാനപ്പെട്ട തഫ്സീർ. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് അവിടെ ഖരീൻ എന്ന് പറഞ്ഞാൽ നന്മയിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന സുഹൃത്തുക്കളെ അല്ലാഹു തആല അവന് കൂടെയാക്കി കൊടുക്കും. അവന്റെ സുഹൃത്തുക്കൾ നന്മയിൽ നിന്ന് അവനെ തെറ്റിച്ച് കളയും. അത്തരത്തിലുള്ള ഖരീനുകൾ ഉണ്ടാകും. ആ ഖരീൻ നമ്മളെ അപകടത്തിൽ ചാടിക്കുകയും ചെയ്യും. വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ വഹുവ ലഹു ഖരീൻ. അവനിൽ പൈശാചികതയുണ്ടാകും, തിന്മകളിലേക്ക് അവനെ പ്രേരിപ്പിക്കും. വഖയ്യദ്നാ ലഹും ഖുറനാഅ. ഖുർആൻ പറയാണ്, നാം അവനിൽ ചീത്ത സ്നേഹിതന്മാരെ അടുപ്പിച്ചു കൊടുക്കും. ചീത്ത സ്നേഹിതന്മാർ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവர்கள் ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്: ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹ്. കൂട്ടുകാരന്മാരിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം, അല്ലാഹുവിന്റെ അടുക്കൽ നല്ല കൂട്ടുകാരന്മാർ എന്ന് പറഞ്ഞാൽ നന്മകളിലേക്ക്, ഇബാദത്തുകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരാണ്. ആ കൂട്ടുകാർ ദുനിയാവിലും നമുക്ക് ഒരുക്കുമുതലാണ്, ആഖിറത്തിലേക്കും നമുക്ക് ഒരുക്കുമുതലുകളാണ്. നന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന കൂട്ടുകാർ. തിന്മകൾ, തിന്മയുടെ സഹവാസങ്ങൾ, അത്തരം ആശയങ്ങൾ നമ്മളിലേക്ക് പകർന്നു നൽകുന്നവർ, പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ,
പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ളവരെ, നമ്മളിലേക്ക് ഈമാനികമായ വസ്വാസിനെ കടത്തിവിടുന്നവർ, അവർക്കെങ്ങനെയുണ്ട്? പലതരത്തിലുള്ള അജണ്ടകളാൽ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യം. പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ. ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തിനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങൾ നിരന്തരം വിളിക്കുന്ന സുഹൃത്തുക്കളിൽ ഒരു തവണ പോലും നമ്മുടെ ഈ ക്ലാസ്സുകളിലേക്കോ ഇത്തരം നന്മകളിലേക്കോ എത്താത്ത ഒരു കൂട്ടുകാരൻ എത്രത്തോളം നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന കൂട്ടുകാരനായിരിക്കും എന്ന് വിലയിരുത്തുക. എല്ലാത്തിലും പങ്കാളിയാണ്, നന്മകളിൽ പങ്കാളിയാണ്, ക്രൈമുകളിലല്ല, നന്മകളിൽ പങ്കാളിയാണ് എന്ന ആശയത്തോടെ ഉറച്ചു പറയാൻ കഴിയുന്ന എത്ര സുഹൃത്തുക്കൾ മനസ്സിലുണ്ട്, കൂടെയുണ്ട് എന്ന് സ്വയം വിലയിരുത്തുകയും ചെയ്യും. നല്ല കൂട്ടുകാർ നമുക്ക് ദുനിയാവിലും സമ്പാദ്യമാണ്, ആഖിറത്തിലേക്കും നമുക്ക് ഏറ്റവും നല്ല ഒരുക്കുമുതലുകളാണ്. തിന്മകളിലേക്ക് നമ്മളെ നയിക്കുന്നവർ, തിന്മകൾ നമ്മിലേക്ക് പടർത്തുന്നവർ, പ്രത്യേകിച്ച് ഈ ഹവ എന്ന് പറയുന്ന ഖുർആനിന്റെ ഒരു വായനയുണ്ട്. ശരീരത്തിന്റെ ഇച്ഛകൾ, ആ താല്പര്യങ്ങൾക്ക് പിറകെ പോകുന്നവർ, നീ ഒന്ന് എടുത്തു നോക്ക്, ഒന്ന് വലിച്ചു നോക്ക് എന്ന് പറയുന്നവർ ഇങ്ങനെയുണ്ടല്ലോ. നീ മേടിക്കൊന്നും വേണ്ട, നീ അത് മേടിക്കൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് ഇതിനു വേണ്ടിയിട്ടല്ലേ വന്നത്, അല്ലാതെ ഇതിനൊക്കെ വേണ്ടി ഇത്രയും വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഈ പറയുന്നത് വിനോദയാത്ര എന്ന് പറഞ്ഞു നീ ഇപ്പോഴും നിസ്കാരം കാര്യങ്ങൾ ടൂറിന് പോവാണ്. ടൂറിസ്റ്റ് ബസ്സിന്റെ സീറ്റിലിരുന്ന് നിസ്കരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? നിസ്കാരത്തിന്റെ സമയം ഇറങ്ങണമെന്നില്ല, മുസല്ലൊന്നും വിളിച്ചില്ല പാവം, പക്ഷെ നിസ്കാരത്തിന്റെ സമയമായി, പക്ഷെ അവൻ അവിടെ നിസ്കരിക്കാണ് സീറ്റിലിരുന്നുകൊണ്ട്. അങ്ങനത്തെ ഒരു സുഹൃത്തുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവനാകണം സുഹൃത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവനാകണം സുഹൃത്ത്, അവനാകണം കൂട്ടുകാരൻ. കൂടെ കൂട്ടേണ്ടത് അവനെയാണ്. നമ്മൾ പലപ്പോഴും അകറ്റുന്നത് അങ്ങനെയുള്ളവരെയാണ്. നീ എന്തിനാണ് ഇപ്പോഴേ താടി ഇത്രയും വളർത്തിയിരിക്കുന്നത്, നിന്നെ കണ്ട് താലിബാകാലെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നവർ. നീ വല്ല അഫ്ഗാനിസ്ഥാനിൽ ജനിക്കേണ്ടതായിരുന്നു, അല്ലെ വല്ല പാകിസ്ഥാനിലേക്കും പോകേണ്ടതായിരുന്നു. നീ ഇപ്പോഴേ ഈ താടി വെക്കേണ്ട ആവശ്യം എന്താണുള്ളത്? നീ ഇന്ന സ്റ്റൈല് കണ്ടില്ലേ എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നവർ. ആരെ ചേർക്കണം? ഞാൻ അങ്ങനെ ചെയ്യുന്നവരെല്ലാം മോശക്കാരെന്ന് പറയല്ല. നമ്മളുടെ ചോയ്സ് എവിടെയാണ്? നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനെയാണ്? നമ്മൾ ഈ നിസ്കരിക്കാൻ കൈകെട്ടിയവനെ സെലക്ട് ചെയ്യണോ? അതല്ല, ആ ബസ്സിന്റെ ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മളോട് പറയണം നീ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്ക് എന്ന് പറയുന്നവനെ നമ്മൾ ചൂസ് ചെയ്യണോ? അല്ലെങ്കിൽ ഒരു ഇറക്ക് കുടിച്ചു നോക്ക് എന്ന് നമ്മൾ നിർബന്ധിക്കുന്നവനെ ചൂസ് ചെയ്യണോ? ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അതിൽ ഖുർആൻ നിർമ്മിച്ച, ഖുർആൻ വരച്ച് കാണിച്ച കൂട്ടുകാരെ കൂടെ കൂട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ദുനിയാവിലും ആഖിറത്തിലും ഗുണമാണ്. അതല്ലെങ്കിൽ അത് വലിയ ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യും. അള്ളാഹു മനസ്സിലാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.